മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ. 2 ആഴ്ച പിന്നിട്ടിട്ടും ലക്ഷ്യം കാണാതെ കടുവ ദൌത്യം. വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം വ്യാപക പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും നരഭോജി കടുവ ഇതുവരെ ദൌത്യസംഘത്തിന്റെ മുന്നിൽപ്പെട്ടിട്ടില്ല. ഇതിനിടെ വിവിധ സ്ഥലങ്ങളിലായി നാട്ടുകാരും എസ്റ്റേറ്റ് തൊഴിലാളികളും കടുവയെ കാണുന്നുണ്ട്. ഈ മാസം 15-ന് രാവിലെയാണ് കാളികാവ് അടക്കാകുണ്ട് പാറശ്ശേരിയിൽ വെച്ച് കല്ലാമുല്ല സ്വദേശിയായ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ കടുവ കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ഗഫൂർ അലിയും സുഹൃത്തും ചേർന്ന് പാട്ടത്തിനടുത്ത റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം. അന്നു മുതൽ മേഖലയിൽ വനംവകുപ്പിന്റെ പ്രത്യേക ദൌത്യസംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ സംഭവം നടന്ന് 2 ആഴ്ചയായിട്ടും ദൌത്യസംഘത്തിന് മുൻപിൽ കടുവ അകപ്പെട്ടിട്ടില്ല. ദൌത്യസംഘം സ്ഥാപിച്ച ക്യാമറയിൽ ആദ്യ ദിവസങ്ങളിൽ 2 തവണ കടുവയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇതുമുണ്ടായില്ല. അതേസമയം കാളികാവ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ മലയോരങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ നാട്ടുകാരും എസ്റ്റേറ്റ് തൊഴിലാളികളും കടുവയെ കാണുന്നുണ്ട്. ഇന്ന് കുരിക്കലോട് എസ്റ്റേറ്റിൽ A1 ഡിവിഷനിൽ കടുവയെ കണ്ടതായി തോട്ടം തൊഴിലാളികൾ അറിയിച്ചു. പന്നിയെ ഓടിക്കുന്നതായിട്ടാണ് തൊഴിലാളികൾ കണ്ടത്. എസ്റ്റേറ്റ് മാനേജർ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് ദൌത്യസംഘം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതിന് സമീപത്തുള്ള സുൽത്താന എസ്റ്റേറ്റിൽ നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനിടെ പാന്ത്രയുടെ താഴെ ഭാഗത്ത് പുഴയോട് ചേർന്ന് കടുവയുണ്ടെന്ന വിവരം നാട്ടുകാർ അറിയിക്കുകയും ദൌത്യസംഘം പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ കാട്ടുപന്നിയുടെ സാന്നിധ്യമാണ് കണ്ടത്. സ്ഥിരീകരിക്കാത്ത വിവരമായതിനാൽ ദൌത്യസംഘം ആശയക്കുഴപ്പത്തിലായി. പ്രദേശത്തെ പരിശോധനയ്ക്ക് ശേഷം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്നലെ രാത്രി CT റോഡ് മുറിച്ചു കടന്ന കേരള എസ്റ്റേറ്റിന്റെ C1 ഡിവിഷനിലേക്ക് കടുവ കടന്നതായി സ്ഥിരീകരിക്കാത്ത വിവരവും ലഭിച്ചിരുന്നു. അവിടെ തത്സമയ ക്യാമറയും കൂടും ക്യാമറ ട്രാപ്പും സ്ഥാപിച്ച സ്ഥലമാണ്. ഇതിലൊന്നും തന്നെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. കാൽപ്പാടുകൾ തേടിയുള്ള പരിശോധനയും ഇവിടെ നടത്തി. ബുധനാഴ്ച വൈകുന്നേരം വനംവകുപ്പ് ഈസ്റ്റേൺ സർക്കിൾ CCF വിജയാനന്ദൻ IFS അടക്കാക്കുണ്ടിലുള്ള ദൌത്യസംഘത്തിന്റെ ക്യാമ്പ് സന്ദർശിച്ച ദൌത്യത്തിന്റെ പുരോഗതി വിലയിരുത്തി. വയനാട് നിന്നും ഒരു കൂട് കൂടിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ റിവ്യൂ യോഗത്തിനിടയിലാണ് പാന്ത്ര ഭാഗത്ത് കടുവയെ കണ്ടതായുള്ള വിവരം എസ്റ്റേറ്റ് മാനേജർ അറിയിച്ചത്. തുടർന്ന് ദൌത്യസംഘം കടുവയെ കണ്ട സ്ഥലത്തോട്ട് തിരിക്കുകയായിരുന്നു. CCFും സൌത്ത് DFO G ധനിക്ലാലും കടുവയെ കണ്ടെന്ന വിവരം ലഭിച്ച എസ്റ്റേറ്റ് പരിസരം സന്ദർശിച്ചു. നിലവിൽ വയനാട്, പാലക്കാട്, നിലമ്പൂർ നോർത്ത്, സൌത്ത് ഡിവിഷനുകളിൽ നിന്നുള്ള പരിശീലനം ലഭിച്ച വനം ദ്രുതകർമ്മ സേനാംഗങ്ങളാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. 80ഓളം അംഗങ്ങളാണ് ദൌത്യസംഘത്തിലുള്ളത്. 4 കൂടുകൾ, കൂടുകൾക്ക് മുൻപിൽ തത്സമയ ക്യാമറകൾ, 80ഓളം ക്യാമറ ട്രാപ്പുകൾ എന്നിവയും ദൌത്യസംഘം ഉപയോഗിക്കുന്നുണ്ട്. ദൌത്യത്തിനായി കൊണ്ടുവന്ന 2 കുങ്കിയാനകളെയും കഴിഞ്ഞ ദിവസം സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു. ഈസ്റ്റ് ലൈവ്, കാളികാവ്. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. വേഗമാകട്ടെ, ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.